ശബരിമലയിലും പരിസരങ്ങളിലും ആദ്യമായി സ്ഥാപിച്ച 3 മഴമാപിനികൾ മേഖലയിലെ പ്രാദേശികമായി ലഭിക്കുന്ന മഴയുടെ അളവ് കൃത്യമായി അറിയാനും അതനുസരിച്ച് മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കാനും സഹായകരമാകും. മണ്ഡലകാലം തുടങ്ങിയ നവംബർ 15-നാണ് സന്നിധാനത്തും നിലയ്ക്കലിലും പമ്പയിലുമായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വിഭാഗവും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി വിഭാഗവും സംയുക്തമായി ഓരോ മഴമാപിനി വീതം സ്ഥാപിച്ചത്. സന്നിധാനത്ത് പാണ്ടിത്താവളത്തിലും പമ്പയിൽ പോലീസ് മെസ്സിന് സമീപവുമാണ് മഴമാപിനികൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഓരോ 3 മണിക്കൂറിലും ഇടവിട്ട് ഈ 3 ബേസ് സ്റ്റേഷനുകളിൽ നിന്നും മഴയുടെ അളവെടുക്കുന്നതിനാൽ ശബരിമലയിൽ പെയ്യുന്ന മൊത്തം മഴയുടെ കൃത്യമായ അളവ് രേഖപ്പെടുത്തൽ നടക്കുന്നു. ഒരു ദിവസത്തെ മഴയുടെ അളവ് കണക്കാക്കുന്നത് അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ അനുസരിച്ച് രാവിലെ 8:30 മുതൽ പിറ്റേന്ന് രാവിലെ 8:30 വരെയുള്ള 24 മണിക്കൂറിൽ രേഖപ്പെടുത്തിയ മഴയാണ്. ഇതുവരെയുള്ള കണക്കെടുത്താൽ സന്നിധാനത്ത് ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ഡിസംബർ 13 പുലർച്ചെ 5:30-നാണ്, 27 മില്ലിമീറ്റർ. ഇതേ ദിവസം ഇതേ സമയം പെയ്ത 24.2 മില്ലിമീറ്റർ മഴയാണ് പമ്പയിലെ ഏറ്റവും കൂടിയ മഴ. മഴയുടെ അളവെടുക്കാനുള്ള സന്നിധാനത്തെ എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ 7 പേരും പമ്പയിൽ 6 പേരും നിലയ്ക്കലിൽ 6 പേരും 24 മണിക്കൂറും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. ഇതിന് പുറമെ കലക്ട്രേറ്റിൽ 2 പേരുമുണ്ട്. പത്തനംതിട്ട ജില്ലാ കലക്ടറുടെ കീഴിൽ ADM എസ് അരുൺ നായരുടെ നേതൃത്വത്തിൽ മഴയുടെ അളവ് ദിനേന നിരീക്ഷിക്കുന്നുണ്ട്. ശബരിമലയിൽ മാത്രം പെയ്യുന്ന മഴ കൃത്യമായി രേഖപ്പെടുത്താൻ ഇതുവരെ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ശബരിമലയിലേക്ക് മാത്രമായി മഴമാപിനികൾ വേണമെന്ന കുറെ കാലമായി ആലോചനയിൽ ഉണ്ടായിരുന്നെങ്കിലും ഇത്തവണയാണ് സ്ഥാപിക്കാൻ സാധിച്ചത്. മുൻപ് ആശ്രയിച്ചിരുന്ന സീതത്തോടിലെ വെതർ സ്റ്റേഷൻ താൽക്കാലികമായി പ്രവർത്തനരഹിതമായതും മഴമാപിനികൾ ഉടൻ സ്ഥാപിക്കുന്നതിലേക്ക് നയിച്ചു. 3 നിന്നും ലഭിക്കുന്ന മഴയുടെ അളവ് പ്രതികൂല കാലാവസ്ഥയിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ വളരെയധികം ഉപകാരപ്രദമായി മാറുകയാണ്. കേരള വിഷൻ ന്യൂസ്, സന്നിധാനം.